Welcome to Brilliant TV Spoken English Podcast. Your voice has power and every word matters. Let's step forward together and make progress today. ബ്രില്യൻ ടിവിയുടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പഠനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ വഴി ചോദിക്കേണ്ടി വരും അല്ലേ? തീർച്ചയായും അത് സാധാരണമാണല്ലോ. അതെ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരാളോട് ഇംഗ്ലീഷിൽ വഴി ചോദിക്കുന്നത്? അതുപോലെ തന്നെ ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ എങ്ങനെ വഴി പറഞ്ഞു കൊടുക്കാം? ശരിയാണ്. ഇതാണ് നമ്മൾ ഇന്ന് കുറച്ച് വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇതെന്തായാലും നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കണം, കൂടെ പറയുകയും വേണം. റെഡിയല്ലേ? യെസ്, ലെറ്റ്സ് ലേൺ. ഓക്കെ, നമുക്കപ്പോൾ ഒരു സാഹചര്യം നോക്കാം. നിങ്ങൾ ഒരു വഴിയിൽ ഇങ്ങനെ നിൽക്കാണ്. തൊട്ടടുത്തൊരു SBI ബാങ്കുണ്ട്, അങ്ങോട്ടാണ് പോകേണ്ടത്. ശരി. അപ്പോ അവിടെ ഒരാളെ കാണുന്നു, ആളോട് വഴി ചോദിക്കാൻ തീരുമാനിച്ചു. നമ്മളെ സാധാരണ മലയാളത്തിൽ എങ്ങനെയാ ചോദിക്കുക? ക്ഷമിക്കണം, SBI ബാങ്കിലേക്കുള്ള വഴി പറഞ്ഞു തരാമോ? അതെ, അങ്ങനെ ചോദിക്കും. ഇത് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം എന്ന് നോക്കാം. ശ്രദ്ധിക്കണേ. എക്സ്ക്യൂസ് മീ, ക്യാൻ യു ടെൽ മീ ദ വേ ടു ദി SBI ബാങ്ക്? ഓക്കേ. നമുക്ക് ഈ വാചകം ഒന്ന് ശ്രദ്ധിച്ചു മനസ്സിലാക്കാം. എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം എന്നോ അല്ലെങ്കിൽ ഒരാളോട് ശ്രദ്ധ ക്ഷണിക്കാനോ ഒക്കെ നമ്മൾ ഉപയോഗിക്കും, അല്ലേ? അതെ. പിന്നെ ക്യാൻ യു ടെൽ മീ, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാമോ? കറക്റ്റ്. ദ വേ ടു എന്ന് വെച്ചാൽ ലേക്കുള്ള വഴി. അതെ. ഇവിടെ നമുക്ക് പോകേണ്ടത് SBI ബാങ്കിലേക്കാണ്. അപ്പോ ദ SBI ബാങ്ക് എന്ന് ചേർത്തു. ശരി. അപ്പോ എല്ലാം കൂടി ഒന്നിച്ചു പറയുമ്പോ എക്സ്ക്യൂസ് മീ, ക്യാൻ യു ടെൽ മീ ദ വേ ടു ദ SBI ബാങ്ക്? എന്റെ കൂടെ പറയൂ. എക്സ്ക്യൂസ് മീ, ക്യാൻ യു ടെൽ മീ ദ വേ ടു ദ SBI ബാങ്ക്? ഒന്നുകൂടി പറയാം. എക്സ്ക്യൂസ് മീ, ക്യാൻ യു ടെൽ മീ ദ വേ ടു ദ SBI ബാങ്ക്? അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു മറുപടി കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയാവും, ഷുവർ, ഗോ സ്ട്രേറ്റ് ഓൺ ദിസ് റോഡ്. ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? തീർച്ചയായും, ഈ റോഡിലൂടെ നേരെ പോകുക. ഓക്കെ, അപ്പോ ഷുവർ എന്ന് പറഞ്ഞാൽ തീർച്ചയായും. അതെ. ഗോ സ്ട്രേറ്റ്, അത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണല്ലേ? അതെ, നേരെ പോകുക. വഴി പറയുമ്പോൾ എപ്പോഴും ഇത് വരും, ഗോ സ്ട്രേറ്റ്. ശരി. ഓൺ ദിസ് റോഡ് എന്ന് വെച്ചാലോ? ഈ റോഡിലൂടെ. അപ്പൊ ആദ്യത്തെ ഒരു ഡയറക്ഷൻ കിട്ടി, നേരെ പോകണം. ഇനി അടുത്തത് എന്താണെന്ന് ചോദിക്കണം. നമ്മൾ മലയാളത്തിൽ ചോദിക്കില്ലേ, ശരി എന്നിട്ടോ? ചോദിക്കും. അത് ഇംഗ്ലീഷിൽ വളരെ സിമ്പിളായിട്ട് ചോദിക്കാം. ഓക്കെ ആൻഡ് ദെൻ? ഓക്കെ. എന്റെ കൂടെ ഒന്ന് പറയൂ. ഓക്കെ ആൻഡ് ദെൻ. ഒന്നുകൂടി. ഓക്കെ ആൻഡ് ദെൻ. ഗുഡ്. അപ്പോ അടുത്ത നിർദ്ദേശം ചിലപ്പോ ഇങ്ങനെ വരാം, ടേൺ ലെഫ്റ്റ് അറ്റ് ദ ട്രാഫിക് സിഗ്നൽ. ഇതിന്റെ അർത്ഥം? ട്രാഫിക് സിഗ്നലിന്റെ അടുത്തുനിന്ന് ഇടത്തേക്ക് തിരിയുക. ശരി. ടേൺ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടത്തേക്ക് തിരിയുക. അതെ. ഇനിയിപ്പോ വലത്തോട്ടാണ് തിരിയേണ്ടതെങ്കിലോ? അപ്പോ ടേൺ റൈറ്റ് എന്ന് പറഞ്ഞാൽ മതി. കറക്റ്റ്. ടേൺ ലെഫ്റ്റ്, ടേൺ റൈറ്റ്. പിന്നെ അറ്റ് ദ ട്രാഫിക് സിഗ്നൽ. അത് സ്ഥലം പറയുവാണ്, ട്രാഫിക് സിഗ്നലിന്റെ അടുത്തുനിന്ന്. ഓക്കേ. അപ്പോ സിഗ്നലിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞു. ശരി. ഇനി അവിടെ നിന്നും ഏകദേശം ഒരു എത്ര ദൂരമുണ്ട് എന്ന് ചോദിക്കണ്ടേ? വേണം. നമ്മൾ മലയാളത്തിൽ ചോദിക്കും, അവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? ഇത് ഇംഗ്ലീഷിൽ എങ്ങനെയാ ചോദിക്കുക? ഇങ്ങനെയാണ്, ഹൗ ഫാർ ഇസ് ഇറ്റ് ഫ്രം ദേർ? ഓക്കേ. നമുക്ക് നോക്കാം. ഹൗ ഫാർ ഇസ് ഇറ്റ്? അതെത്ര ദൂരമുണ്ട്? അതെ, ഫ്രം ദേർ എന്ന് ചേർത്താലോ? അവിടെ നിന്ന്. അപ്പൊ ഒരുമിച്ച് പറയുമ്പോ ഹൗ ഫാർ ഇസ് ഇറ്റ് ഫ്രം ദേർ? എന്റെ കൂടെ പറയൂ. ഹൗ ഫാർ ഇസ് ഇറ്റ് ഫ്രം ദേർ? ഒന്നുകൂടി, കുറച്ചുറക്കെ. ഹൗ ഫാർ ഇസ് ഇറ്റ് ഫ്രം ദേർ? വെരി ഗുഡ്. അതിനുള്ള മറുപടി ചിലപ്പോ ഇങ്ങനെ കിട്ടാം, വാക്ക് അബൌട്ട് 200 meters, യുൽ സീ ഇറ്റ് ഓൺ യുവർ റൈറ്റ്. ഇതിന്റെ അർത്ഥം? ഏകദേശം 200 മീറ്റർ നടക്കുക, നിങ്ങളുടെ വലതുവശത്ത് അത് കാണാം. ഓക്കെ. അപ്പോ വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക. അതെ. അബൌട്ട് 200 meters? ഏകദേശം 200 മീറ്റർ. അബൌട്ട് എന്ന് വെച്ചാൽ ഏകദേശം. ശരി. യുൽ സീ ഇറ്റ്. ഇവിടെ യുൽ എന്ന് കണ്ടല്ലോ. അത് യു വിൽ എന്നതിന്റെ ചുരുക്കമാണ്. അതെ. നിങ്ങൾ അത് കാണും, അല്ലെങ്കിൽ നിങ്ങൾക്കത് കാണാം. കറക്റ്റ്. പിന്നെ ഓൺ യുവർ റൈറ്റ്, നിങ്ങളുടെ വലതുവശത്ത്. അപ്പോ ലെഫ്റ്റിലാണെങ്കിലോ? ഓൺ യുവർ ലെഫ്റ്റ്. അതെ, ഓൺ യുവർ ലെഫ്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് വഴി ഏകദേശം ക്ലിയർ ആയി. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തു പറയും? നന്ദി പറയൂ. അതെ. മലയാളത്തിൽ നമ്മൾ വളരെ നന്ദി എന്നൊക്കെ പറയും. ഇത് ഇംഗ്ലീഷിൽ പറയാൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു എന്ന് പറഞ്ഞാൽ നന്ദി. നന്ദി. കൂടെ ഒരു സോ മച്ച് കൂടി ചേർത്താൽ കുറച്ചും കൂടി ഒരു
എന്താ പറയാ, ആത്മാർത്ഥത തോന്നും അല്ലേ? അതെ കൂടുതൽ നന്നായി. ശരി. ഇനി നമ്മളോട് ഒരാൾ താങ്ക് യു പറഞ്ഞാൽ നമ്മൾ തിരിച്ച് എന്തു പറയും? അതിനൊരു മറുപടി വേണ്ടേ? നമ്മൾ പറയും യു ആർ വെൽക്കം. അതെ, വളരെ ശരിയാണ്. യു ആർ വെൽക്കം എന്ന് പറഞ്ഞാൽ സ്വാഗതം എന്നോ അല്ലെങ്കിൽ അതൊന്നും സാരമില്ല എന്നൊക്കെയുള്ളൊരു അർത്ഥമാണ്. നന്ദിക്ക് മറുപടിയായിട്ട് ഉപയോഗിക്കാം. കറക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അതെ. നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസുകൾ കൂടുതലായി ആവശ്യമാണെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഓർത്തുവെച്ചോളൂ, 9995558247. ഒന്നുകൂടി പറയാം, 9995558247. ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാവുന്നതാണ്. ഓക്കെ, വളരെ നന്നായി. ഇപ്പൊ നമ്മള് വഴി ചോദിക്കാനും അതുപോലെ അത്യാവശ്യം വഴി പറഞ്ഞു കൊടുക്കാനുമൊക്കെ പഠിച്ചു അല്ലേ? പഠിച്ചു. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം. ഞാൻ മലയാളം വാചകം പറയാം, നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് പറയണം. റെഡി? റെഡി. ഓക്കെ. ആദ്യത്തെ ചോദ്യം ഇതാണ്. ക്ഷമിക്കണം, SBI ബാങ്കിലേക്കുള്ള വഴി പറഞ്ഞു തരാമോ? ഒന്ന് പറഞ്ഞു നോക്കൂ. എക്സ്ക്യൂസ് മീ, ക്യാൻ യു ടെൽ മീ ദ വേ ടു ദി SBI ബാങ്ക്? നമുക്ക് ഒരു തവണ കൂടി ഒരുമിച്ച് പറയാം. എക്സ്ക്യൂസ് മീ, ക്യാൻ യു ടെൽ മീ ദ വേ ടു ദി SBI ബാങ്ക്? കൊള്ളാം. അടുത്തത്. തീർച്ചയായും. ഈ റോഡിലൂടെ നേരെ പോകുക. ഒന്ന് പറഞ്ഞു നോക്കൂ. ഷുവർ, ഗോ സ്ട്രേറ്റ് ഓൺ ദിസ് റോഡ്. നമുക്ക് ഒരു തവണ കൂടി ഒരുമിച്ച് പറയാം. ഷുവർ, ഗോ സ്ട്രേറ്റ് ഓൺ ദിസ് റോഡ്. കൊള്ളാം. അടുത്തത്. ശരി, എന്നിട്ടോ? ഒന്ന് പറഞ്ഞു നോക്കൂ. ഓക്കെ, ആൻഡ് ദെൻ? എന്റെ കൂടെ ഒന്ന് പറയൂ. ഓക്കെ, ആൻഡ് ദെൻ? കൊള്ളാം. അടുത്തത്. ട്രാഫിക് സിഗ്നലിന്റെ അടുത്ത് നിന്ന് ഇടത്തേക്ക് തിരിയുക. പറയൂ. Turn left at the traffic signal. ഓക്കെ, നമുക്ക് ഒരു തവണ കൂടി ഒരുമിച്ച് പറയാം. Turn left at the traffic signal. വളരെ നന്നായിട്ടുണ്ട്. ഇനി ദൂരം ചോദിക്കുന്നത് ഓർമ്മയുണ്ടോ? അവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? എങ്ങനെയാ പറയാ? How far is it from there? നമുക്കൊരു തവണ കൂടി ഒരുമിച്ച് പറയാം. How far is it from there? ഗംഭീരം. അടുത്തത്. ഏകദേശം 200 മീറ്റർ നടക്കുക. നിങ്ങളുടെ വലതുവശത്ത് അത് കാണാം. Walk about 200 meters, you'll see it on your right. നമുക്കൊരു തവണ കൂടി ഒരുമിച്ച് പറയാം. Walk about 200 meters, you'll see it on your right. ഗംഭീരം. അടുത്തത്. വളരെ നന്ദി. എങ്ങനെയാ പറയാ? Thank you so much. നമുക്കൊരു തവണ കൂടി ഒരുമിച്ച് പറയാം. താങ്ക് യു സോ മച്ച്. അവസാനമായിട്ട് ഒരാൾ നമ്മളോട് നന്ദി പറഞ്ഞാൽ മറുപടിയായി നമ്മൾ എന്തു പറയും? You're welcome. ഒന്നുകൂടി നമുക്കൊരുമിച്ച് പറയാം. You're welcome. നന്നായിട്ടുണ്ട്. ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതെ. കാരണം പലപ്പോഴും പുതിയ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ഇത് സഹായിക്കും. ശരിയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ പഠിച്ചില്ലേ കുറേ വാചകങ്ങൾ, അതിലേതെങ്കിലും ഒരു വാചകം താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായും. See you soon in the next episode. Keep growing. You've got this. ക്ഷമിക്കണം, SBI ബാങ്കിലേക്കുള്ള വഴി പറഞ്ഞു തരാമോ? ഒന്ന് പറഞ്ഞു നോക്കൂ. Excuse me, can you tell me the way to the SBI bank? നമുക്ക് ഒരു തവണ കൂടി ഒരുമിച്ച് പറയാം. Excuse me, can you tell me the way to the SBI bank? കൊള്ളാം. അടുത്തത്. തീർച്ചയായും. ഈ റോഡിലൂടെ നേരെ പോകുക. ഒന്ന് പറഞ്ഞു നോക്കൂ. Sure, go straight on this road. നമുക്ക് ഒരു തവണ കൂടി ഒരുമിച്ച് പറയാം. Sure, go straight on this road. കൊള്ളാം. അടുത്തത്. ശരി, എന്നിട്ടോ? ഒന്ന് പറഞ്ഞു നോക്കൂ. ഓക്കെ, ആൻഡ് ദെൻ? എന്റെ കൂടെ ഒന്ന് പറയൂ. ഓക്കെ, ആൻഡ് ദെൻ? കൊള്ളാം. അടുത്തത്. ട്രാഫിക് സിഗ്നലിന്റെ അടുത്ത് നിന്ന് ഇടത്തേക്ക് തിരിയുക. പറയൂ. Turn left at the traffic signal. ഓക്കെ, നമുക്ക് ഒരു തവണ കൂടി ഒരുമിച്ച് പറയാം. Turn left at the traffic signal.
വളരെ നന്നായിട്ടുണ്ട്. ഇനി ദൂരം ചോദിക്കുന്നത് ഓർമ്മയുണ്ടോ? അവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? എങ്ങനെയാ പറയാ? How far is it from there? നമുക്കൊരു തവണ കൂടി ഒരുമിച്ച് പറയാം. How far is it from there? ഗംഭീരം. അടുത്തത് ഏകദേശം 200 മീറ്റർ നടക്കുക. നിങ്ങളുടെ വലതുവശത്ത് അത് കാണാം. Walk about 200 meters, you'll see it on your right. നമുക്കൊരു തവണ കൂടി ഒരുമിച്ച് പറയാം. Walk about 200 meters, you'll see it on your right. ഗംഭീരം. അടുത്തത് വളരെ നന്ദി. എങ്ങനെയാ പറയാ? താങ്ക് യു സോ മച്ച്. നമുക്കൊരു തവണ കൂടി ഒരുമിച്ച് പറയാം. താങ്ക് യു സോ മച്ച്. അവസാനമായിട്ട് ഒരാൾ നമ്മളോട് നന്ദി പറഞ്ഞാൽ മറുപടിയായി നമ്മൾ എന്തു പറയും? You're welcome. ഒന്നുകൂടി നമുക്കൊരുമിച്ച് പറയാം. You're welcome. ക്ഷമിക്കണം, SBI ബാങ്കിലേക്കുള്ള വഴി പറഞ്ഞു തരാമോ? ഒന്ന് പറഞ്ഞു നോക്കൂ. Excuse me, can you tell me the way to the SBI bank? നമുക്ക് ഒരു തവണ കൂടി ഒരുമിച്ച് പറയാം. Excuse me, can you tell me the way to the SBI bank? കൊള്ളാം. അടുത്തത് തീർച്ചയായും. ഈ റോഡിലൂടെ നേരെ പോകുക. ഒന്ന് പറഞ്ഞു നോക്കൂ. Sure, go straight on this road. നമുക്ക് ഒരു തവണ കൂടി ഒരുമിച്ച് പറയാം. Sure, go straight on this road. കൊള്ളാം. അടുത്തത് ശരി, എന്നിട്ടോ? ഒന്ന് പറഞ്ഞു നോക്കൂ. ഓക്കേ, ആൻഡ് ദെൻ? എന്റെ കൂടെ ഒന്ന് പറയൂ. ഓക്കേ, ആൻഡ് ദെൻ? കൊള്ളാം. അടുത്തത് ട്രാഫിക് സിഗ്നലിന്റെ അടുത്ത് നിന്ന് ഇടത്തേക്ക് തിരിയുക. പറയൂ. Turn left at the traffic signal. Okay, നമുക്ക് ഒരു തവണ കൂടി ഒരുമിച്ച് പറയാം. Turn left at the traffic signal. വളരെ നന്നായിട്ടുണ്ട്. ഇനി ദൂരം ചോദിക്കുന്നത് ഓർമ്മയുണ്ടോ? അവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? എങ്ങനെയാ പറയാ? How far is it from there? നമുക്കൊരു തവണ കൂടി ഒരുമിച്ച് പറയാം. How far is it from there? ഗംഭീരം. അടുത്തത് ഏകദേശം 200 മീറ്റർ നടക്കുക. നിങ്ങളുടെ വലതുവശത്ത് അത് കാണാം. Walk about 200 meters, you'll see it on your right. നമുക്കൊരു തവണ കൂടി ഒരുമിച്ച് പറയാം. Walk about 200 meters, you'll see it on your right. ഗംഭീരം. അടുത്തത് വളരെ നന്ദി. എങ്ങനെയാ പറയാ? താങ്ക് യു സോ മച്ച്. നമുക്കൊരു തവണ കൂടി ഒരുമിച്ച് പറയാം. താങ്ക് യു സോ മച്ച്. അവസാനമായിട്ട് ഒരാൾ നമ്മളോട് നന്ദി പറഞ്ഞാൽ മറുപടിയായി നമ്മൾ എന്തു പറയും? You're welcome. ഒന്നുകൂടി നമുക്കൊരുമിച്ച് പറയാം. You're welcome. ക്ഷമിക്കണം, SBI ബാങ്കിലേക്കുള്ള വഴി പറഞ്ഞു തരാമോ? ഒന്ന് പറഞ്ഞു നോക്കൂ. Excuse me, can you tell me the way to the SBI bank? നമുക്ക് ഒരു തവണ കൂടി ഒരുമിച്ച് പറയാം. Excuse me, can you tell me the way to the SBI bank? കൊള്ളാം. അടുത്തത് തീർച്ചയായും. ഈ റോഡിലൂടെ നേരെ പോകുക. ഒന്ന് പറഞ്ഞു നോക്കൂ. Sure, go straight on this road. നമുക്ക് ഒരു തവണ കൂടി ഒരുമിച്ച് പറയാം. Sure, go straight on this road. കൊള്ളാം. അടുത്തത് ശരി, എന്നിട്ടോ? ഒന്ന് പറഞ്ഞു നോക്കൂ. ഓക്കേ, ആൻഡ് ദെൻ? എന്റെ കൂടെ ഒന്ന് പറയൂ. ഓക്കേ, ആൻഡ് ദെൻ? കൊള്ളാം. അടുത്തത് ട്രാഫിക് സിഗ്നലിന്റെ അടുത്ത് നിന്ന് ഇടത്തേക്ക് തിരിയുക. പറയൂ. Turn left at the traffic signal. Okay, നമുക്ക് ഒരു തവണ കൂടി ഒരുമിച്ച് പറയാം. Turn left at the traffic signal. വളരെ നന്നായിട്ടുണ്ട്. ഇനി ദൂരം ചോദിക്കുന്നത് ഓർമ്മയുണ്ടോ? അവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? എങ്ങനെയാ പറയാ? How far is it from there? നമുക്കൊരു തവണ കൂടി ഒരുമിച്ച് പറയാം. How far is it from there? ഗംഭീരം. അടുത്തത് ഏകദേശം 200 മീറ്റർ നടക്കുക. നിങ്ങളുടെ വലതുവശത്ത് അത് കാണാം.
Walk about 200 meters, you'll see it on your right. നമുക്കൊരു തവണ കൂടി ഒരുമിച്ച് പറയാം. Walk about 200 meters, you'll see it on your right. ഗംഭീരം. അടുത്തത് വളരെ നന്ദി. എങ്ങനെയാ പറയാ? Thank you so much. നമുക്കൊരു തവണ കൂടി ഒരുമിച്ച് പറയാം. താങ്ക് യു സോ മച്ച്. അവസാനമായിട്ട് ഒരാൾ നമ്മളോട് നന്ദി പറഞ്ഞാൽ മറുപടിയായി നമ്മൾ എന്തു പറയും? You're welcome. ഒന്നുകൂടി നമുക്കൊരുമിച്ച് പറയാം. You're welcome. ക്ഷമിക്കണം, SBI ബാങ്കിലേക്കുള്ള വഴി പറഞ്ഞു തരാമോ? ഒന്ന് പറഞ്ഞു നോക്കൂ. Excuse me, can you tell me the way to the SBI bank? നമുക്ക് ഒരു തവണ കൂടി ഒരുമിച്ച് പറയാം. Excuse me, can you tell me the way to the SBI bank? കൊള്ളാം. അടുത്തത് തീർച്ചയായും. ഈ റോഡിലൂടെ നേരെ പോകുക. ഒന്ന് പറഞ്ഞു നോക്കൂ. Sure, go straight on this road. നമുക്ക് ഒരു തവണ കൂടി ഒരുമിച്ച് പറയാം. Sure, go straight on this road. കൊള്ളാം. അടുത്തത് ശരി, എന്നിട്ടോ? ഒന്ന് പറഞ്ഞു നോക്കൂ. ഓക്കേ, ആൻഡ് ദെൻ. എന്റെ കൂടെ ഒന്ന് പറയൂ. ഓക്കേ, ആൻഡ് ദെൻ. കൊള്ളാം. അടുത്തത് ട്രാഫിക് സിഗ്നലിന്റെ അടുത്ത് നിന്ന് ഇടത്തേക്ക് തിരിയുക. പറയൂ. Turn left at the traffic signal. Okay, നമുക്ക് ഒരു തവണ കൂടി ഒരുമിച്ച് പറയാം. Turn left at the traffic signal. വളരെ നന്നായിട്ടുണ്ട്. ഇനി ദൂരം ചോദിക്കുന്നത് ഓർമ്മയുണ്ടോ? അവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? എങ്ങനെയാ പറയാ? How far is it from there? നമുക്കൊരു തവണ കൂടി ഒരുമിച്ച് പറയാം. How far is it from there? ഗംഭീരം. അടുത്തത് ഏകദേശം 200 മീറ്റർ നടക്കുക. നിങ്ങളുടെ വലതുവശത്ത് അത് കാണാം. Walk about 200 meters, you'll see it on your right. നമുക്കൊരു തവണ കൂടി ഒരുമിച്ച് പറയാം. Walk about 200 meters, you'll see it on your right. ഗംഭീരം. അടുത്തത് വളരെ നന്ദി. എങ്ങനെയാ പറയാ? Thank you so much. നമുക്കൊരു തവണ കൂടി ഒരുമിച്ച് പറയാം. താങ്ക് യു സോ മച്ച്. അവസാനമായിട്ട് ഒരാൾ നമ്മളോട് നന്ദി പറഞ്ഞാൽ മറുപടിയായി നമ്മൾ എന്തു പറയും? You're welcome. ഒന്നുകൂടി നമുക്കൊരുമിച്ച് പറയാം. You're welcome. ക്ഷമിക്കണം, SBI ബാങ്കിലേക്കുള്ള വഴി പറഞ്ഞു തരാമോ? ഒന്ന് പറഞ്ഞു നോക്കൂ. Excuse me, can you tell me the way to the SBI bank? നമുക്ക് ഒരു തവണ കൂടി ഒരുമിച്ച് പറയാം. Excuse me, can you tell me the way to the SBI bank? കൊള്ളാം. അടുത്തത് തീർച്ചയായും. ഈ റോഡിലൂടെ നേരെ പോകുക. ഒന്ന് പറഞ്ഞു നോക്കൂ. Sure, go straight on this road. നമുക്ക് ഒരു തവണ കൂടി ഒരുമിച്ച് പറയാം. Sure, go straight on this road. കൊള്ളാം. അടുത്തത് ശരി, എന്നിട്ടോ? ഒന്ന് പറഞ്ഞു നോക്കൂ. ഓക്കേ, ആൻഡ് ദെൻ. എന്റെ കൂടെ ഒന്ന് പറയൂ. ഓക്കേ, ആൻഡ് ദെൻ. കൊള്ളാം. അടുത്തത് ട്രാഫിക് സിഗ്നലിന്റെ അടുത്ത് നിന്ന് ഇടത്തേക്ക് തിരിയുക. പറയൂ. Turn left at the traffic signal. Okay, നമുക്ക് ഒരു തവണ കൂടി ഒരുമിച്ച് പറയാം. Turn left at the traffic signal. വളരെ നന്നായിട്ടുണ്ട്. ഇനി ദൂരം ചോദിക്കുന്നത് ഓർമ്മയുണ്ടോ? അവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? എങ്ങനെയാ പറയാ? How far is it from there? നമുക്കൊരു തവണ കൂടി ഒരുമിച്ച് പറയാം. How far is it from there? ഗംഭീരം. അടുത്തത് ഏകദേശം 200 മീറ്റർ നടക്കുക. നിങ്ങളുടെ വലതുവശത്ത് അത് കാണാം. Walk about 200 meters, you'll see it on your right. നമുക്കൊരു തവണ കൂടി ഒരുമിച്ച് പറയാം. Walk about 200 meters, you'll see it on your right. ഗംഭീരം. അടുത്തത് വളരെ നന്ദി. എങ്ങനെയാ പറയാ? Thank you so much. നമുക്കൊരു തവണ കൂടി ഒരുമിച്ച് പറയാം. താങ്ക് യു സോ മച്ച്. അവസാനമായിട്ട് ഒരാൾ നമ്മളോട് നന്ദി പറഞ്ഞാൽ മറുപടിയായി നമ്മൾ എന്തു പറയും?
യോ വെൽക്കം. ഒന്നുകൂടി നമുക്ക് ഒരുമിച്ച് പറയാം. യോ വെൽക്കം.